തച്ചോളി ഒതേനൻ ഭാഗം 11. ജോനകപ്പട ഒടുങ്ങുന്നു. വീരശൂര പരാക്രമിയായ തച്ചോളി ഒതേനന്റെ കീർത്തി ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും പരദേശത്തും ഒരുപോലെ വ്യാപിച്ചു. നാടുവാഴികൾ തമ്മിലുള്ള പക പോക്കുന്നതിന് അംഗം വെട്ടേണ്ടത് അംഗച്ചേകവന്മാരും പടക്കുറുപ്പന്മാരുമാണല്ലോ. ഒതേനന് വിശ്രമമില്ലാത്ത വിധം അംഗത്തിന് തിരക്കായി. അനുജന്റെ ആരോഗ്യകാര്യത്തിൽ കോമക്കുറുപ്പിന് ഉത്കണ്ഠയായി. നാടായ നാടുതോറും സഞ്ചരിച്ച് അംഗം വെട്ടി നടക്കുന്ന ഒതേനന് ആപത്തെന്തെങ്കിലും വന്നു ഭവിച്ചെങ്കിലോ എന്ന് അയാൾ ഭയന്നു. ഒതേനനെ വേണമെന്ന് പറഞ്ഞ് അംഗപ്പണവുമായി വരുന്നവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടണമെന്ന് കോമക്കുറുപ്പ് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറക്കൽ തമ്പുരാന്റെ സജീവൻ 2 ആശ്രിതന്മാരെ കൊണ്ട് അംഗപ്പണക്കിഴികളും ചുമപ്പിച്ച് തച്ചോളി തറവാട്ടിൽ എത്തിച്ചേർന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ആഗമനോദ്ദേശം എന്തായിരിക്കുമെന്ന് കോമക്കുറുപ്പിന് ഊഹിക്കുവാൻ കഴിഞ്ഞു. ഒതേനൻ വീട്ടിലില്ലാത്ത സമയമായിരുന്നതിനാൽ എപ്രകാരമെങ്കിലും അവരെ പറഞ്ഞു വിടുവാൻ സാധിച്ചേക്കുമെന്ന് കോമപ്പൻ സമാധാനിച്ചു. എന്താണാവോ പെട്ടെന്നുള്ള ഈ വരവിൻ്റെ ഉദ്ദേശം? കോമക്കുറുപ്പ് അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ഞങ്ങൾ ചിറക്കൽ തമ്പുരാന്റെ കൽപ്പന പ്രകാരം അംഗപ്പണവുമായി വന്നവരാണ്. ജോനകപ്പടയുടെ ഗർവടക്കുന്നതിന് ഒതേനന്റെ സഹായം ആവശ്യമായി വന്നിരിക്കുന്നു. ക്ഷമിക്കണം, ഇപ്പോൾ അവൻ സ്ഥലത്തില്ല. എന്തോ അത്യാവശ്യത്തിന് പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. സാരമില്ല, ഒതേനൻ വരുമ്പോൾ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ചിറക്കൽ കോവിലകത്തേക്ക് അയച്ചാൽ മതി. അംഗപ്പണക്കിഴികൾ എണ്ണി നോക്കി ബോധ്യപ്പെട്ട് കൈപ്പറ്റിക്കോളൂ. പെട്ടി തുറന്ന് മന്ത്രി പണക്കിഴികളെടുത്ത് കോമക്കുറുപ്പിന്റെ മുന്നിൽ നിരത്തി. തൽക്കാലം പണക്കിഴികൾ സ്വീകരിക്കുവാൻ നിർവാഹമില്ല. ഒതേനൻ തറവാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അതേക്കുറിച്ച് ആലോചിക്കാം. വന്നിരിക്കുന്നവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നുള്ള വിചാരത്തോടെ കോമപ്പൻ പറഞ്ഞു. പണക്കിഴി സ്വീകരിക്കൂ. ഒതേനൻ വരുമ്പോൾ അവിടേക്ക് പറഞ്ഞയക്കുക. മന്ത്രി കർശനമായി പറഞ്ഞപ്പോൾ കോമക്കുറുപ്പിന് മറുപടി ഇല്ലാതായി. ആ സമയത്ത് ഒതേനൻ ചാപ്പനുമായി തറവാട്ടിൽ വന്നു കയറി. കോമക്കുറുപ്പിന്റെ അവസ്ഥ പരിങ്ങലിലായി. അല്ല, ഒതേനൻ ഇങ്ങെത്തിയല്ലോ. ഇനി അംഗപ്പണക്കിഴി എണ്ണിയെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ? ചിറക്കൽ തമ്പുരാന്റെ മന്ത്രി ചോദിച്ചു. തടസ്സമോ? എന്തിന്? ജ്യേഷ്ഠ, അംഗപ്പണം കൈപ്പറ്റിക്കോളൂ. ചിറക്കൽ തമ്പുരാന്റെ ആൾക്കാർ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ വഴിക്ക് വെച്ച് തന്നെ അറിഞ്ഞു. തക്ക നേരത്ത് വന്ന് ജോനകരുടെ ശല്യം ഒഴിവാക്കി തന്നുകൊള്ളാമെന്ന് ചിറക്കൽ തമ്പുരാനോട് പറഞ്ഞോളൂ. എങ്കിൽ അങ്ങനെ തന്നെ, ഞങ്ങൾ ഇറങ്ങുന്നു. അവർ യാത്ര പറഞ്ഞിറങ്ങി. ഒതേന, നീ ഈ ജ്യേഷ്ഠനെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ജോനകന്മാർ വകതിരിവില്ലാത്തവരാണ്, മുഷ്കന്മാരാണ്. അവരുമായി സംഘട്ടനം വേണ്ടെന്ന് വെച്ചുകൂടായിരുന്നോ? ജ്യേഷ്ഠന് എന്നെ വിശ്വാസമില്ലെന്ന് സാരം. അതുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അംഗച്ചേകവന്മാരെന്ന് പറഞ്ഞാൽ അവർ അംഗം വെട്ടേണ്ടവരാണ്. ലോകനാർ കാവിലമ്മയുടെയും ജ്യേഷ്ഠന്റെയും അനുഗ്രഹം ഉള്ളിടത്തോളം കാലം ഈ ഒതേനന് യാതൊരാപത്തും വരില്ല. ഇങ്ങനെ പറഞ്ഞു ഒതേനൻ അകത്തേക്ക് കയറിപ്പോയി. കോമക്കുറുപ്പ് ചിന്താധീനനായി കണ്ണും നട്ടിരുന്നു. കോലത്തിരിയുടെ അധികാരമാണ് ചിറക്കൽ രാജവംശത്തിന് ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. അവരുടെ ഭരണകാലത്ത് കുഴിച്ചെടുത്ത് കല്ല് കെട്ടിച്ചതാണ് ചിറക്കൽ ചിറ അഥവാ കുളം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അന്ന് കോവിലകം വാണിരുന്ന തമ്പുരാൻ വളരെ ഉദാര മനസ്കനായിരുന്നു. വ്യാപാരം ചെയ്യുന്നതിനെന്ന് പറഞ്ഞു വന്ന അഹമ്മദാലിക്കും കൂട്ടർക്കും അദ്ദേഹം അതിനുള്ള അവകാശം കൊടുത്തു. അയാൾ കൂടുതൽ ആളുകളെ പരദേശത്തു നിന്നും കൊണ്ടുവന്ന് ദേശത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപാരശാലകൾ തുറന്ന് അഭിവൃദ്ധി പ്രാപിച്ചു. ആദ്യമൊക്കെ തമ്പുരാനോട് കൂറു പുലർത്തിയിരുന്ന അയാൾ ധനാഢ്യനായി തീർന്നതോടെ അഹങ്കാരിയായി മാറി. തമ്പുരാന് കൊടുക്കാനുള്ള പാട്ടവും മറ്റും കൊടുക്കാതെ അയാൾ തമ്പുരാനെ കബളിപ്പിക്കുവാനും തുടങ്ങി. നാളുകൾ ചെല്ലുംതോറും തമ്പുരാനും അഹമ്മദാലിയും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിക്കൊണ്ടിരുന്നു. അയാളുടെ ആൾക്കാർ പാട്ടം പിരിക്കുവാൻ ചെല്ലുന്ന തമ്പുരാന്റെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുവാനും കയ്യേറ്റം ചെയ്യുവാനും ആരംഭിച്ചു. ഏത് ആക്രമണത്തിനും മടിക്കാത്ത ഒരു സംഘം ജോനകന്മാരെ അഹമ്മദാലി ചെല്ലും ചെലവും കൊടുത്ത് തന്റെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്നു. അങ്ങനെ ചിറക്കൽ ദേശത്തെ സമാധാനാന്തരീക്ഷം താറുമാറായി. മാനം മര്യാദയായി ജീവിക്കുന്ന പെൺകിടാങ്ങൾക്ക് ജോനക പരീക്ഷകളുടെ ഉപദ്രവം മൂലം ചിറയിലിറങ്ങി കുളിക്കുവാൻ വയ്യാതായി. കാവുകളിൽ തൊഴാൻ പോകുന്ന സ്ത്രീകളെ വഴിയിൽ തടഞ്ഞു നിർത്തി അവർ അസഭ്യം പറയുവാൻ തുടങ്ങി. കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും കയറി ചെന്ന് കയ്യൂക്ക് കാട്ടി അവർ പതിവായി പണപ്പിരിവ് നടത്തി. സ്വന്തമായി കോട്ട പണി കഴിപ്പിച്ച അഹമ്മദാലി അവിടെ ഇരുന്ന് ചിറക്കൽ തമ്പുരാനെ ദ്രോഹിക്കാൻ തുടങ്ങി.
ദേശത്തിന്റെ പല ഭാഗങ്ങളിലും ചിറക്കൽ തമ്പുരാന്റെ സൈന്യവും അഹമ്മദ് അലിയുടെ ജോനകപ്പടയും തമ്മിൽ ഏറ്റുമുട്ടൽ നിത്യസംഭവമായി. കന്യകമാരെയും കുടുംബിനികളെയും കടത്തിക്കൊണ്ടുപോയി കോട്ടയിൽ വെച്ച് നിർബന്ധിച്ച് മതം മാറ്റി തങ്ങളുടെ ബീവിമാരാക്കി. ചിറക്കൽ തമ്പുരാനുമായി നേർക്കുനേർ യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്ത് ചിറക്കൽ സുൽത്താനായി വാഴുവാൻ അഹമ്മദ് അലി തിട്ടമിട്ടിരിക്കുന്ന വിവരം ചാരന്മാർ മുഖാന്തരം ചിറക്കൽ തമ്പുരാൻ അറിഞ്ഞു. ഇത്തരത്തിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ചിറക്കൽ തമ്പുരാൻ തച്ചോളി ഒതേനനെ കോവിലകത്ത് വിളിച്ചു വരുത്തി തന്റെ ജീവനും ദേശത്തിനും രക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിച്ചത്. തച്ചോളി ഒതേനനും കണ്ടാച്ചേരി ചാപ്പനും തമ്മിൽ കൂടിയാലോചിച്ചു. പലപ്പോഴായി പല ഭാഗങ്ങളിൽ വെച്ച് ജോനകരുമായി അംഗം വെട്ടുന്നത് കാലതാമസമുണ്ടാക്കുകയുള്ളൂ. അവരെല്ലാവരെയും ഒരുമിച്ച് കോട്ടയിലാക്കി അതിനുള്ളിൽ കടന്ന് കൂട്ടത്തോടെ നശിപ്പിക്കുവാൻ സാധിച്ചുവെങ്കിലേ ചിറക്കൽ തമ്പുരാന്റെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ. അതിനുള്ള മാർഗമാണ് കണ്ടുപിടിക്കേണ്ടത്. അത്തരമൊരു സന്ദർഭം സംജാതമാകുന്ന സമയം രഹസ്യമായി കണ്ടെത്തുന്നതിനായി ഒരു ഭ്രാന്തന്റെ വേഷം കെട്ടിയ ചാപ്പൻ ജോനകരുടെ കോട്ടയ്ക്ക് ചുറ്റും അലഞ്ഞു നടന്നു. അങ്ങനെയിരിക്കെ പാണ്ഡ്യ നാട്ടുകാരിയായ ഒരു മൊഞ്ചത്തി പെണ്ണിനെ അഹമ്മദ് അലി നാലാമതായി നിക്കാഹ് കഴിക്കുവാൻ പോകുകയാണെന്ന പരമരഹസ്യം കണ്ടാച്ചേരി ചാപ്പന് ചോർന്നു കിട്ടി. അടുത്ത ദിവസം മണവാട്ടി പെണ്ണും കൂട്ടരും കോട്ടയ്ക്കകത്ത് വന്നു ചേരുമെന്നും അറിവ് കിട്ടി. ആ രഹസ്യം ചാപ്പൻ തച്ചോളി ഒതേനനെ അറിയിച്ചു. വീണ് കിട്ടിയ സന്ദർഭം ശരിക്കും പ്രയോജനപ്പെടുത്തുന്നതിനായി ഒതേനൻ ചില തിട്ടങ്ങൾ ആസൂത്രണം ചെയ്തു. ചാപ്പ, പാണ്ഡ്യയിൽ നിന്ന് മണവാട്ടി പെണ്ണും കൂട്ടരും വരുന്ന കൂട്ടത്തിൽ ജോനക വേഷത്തിൽ നമ്മളും കൂടണം. നമ്മോടൊപ്പം തമ്പുരാന്റെ സൈന്യത്തിലെ സമർത്ഥരായ 200 ഭടന്മാരെയും പാണ്ഡ്യവേഷം കെട്ടി കൂട്ടണം. എല്ലാവരും കോട്ടയ്ക്കകത്ത് കടന്നാലുടനെ ആരും അറിയാതെ നീ കോട്ടവാതിലടച്ചു പൂട്ടണം. പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് കോട്ടയ്ക്കകത്ത് കടന്ന ശേഷം തീരുമാനിക്കാം, ഒതേനൻ പറഞ്ഞു. തീരുമാനിച്ച പ്രകാരം പാണ്ഡ്യനാട്ടിൽ നിന്ന് വന്ന മണവാട്ടി പെണ്ണിന്റെ കൂട്ടരോടൊപ്പം വേഷം മാറി ഒതേനനും ചാപ്പനും രാജഭടന്മാരും ഒത്തുകൂടി. വന്നുകൂടിയവരെല്ലാം അഹമ്മദ് അലിയുടെ കൂട്ടരെന്ന് തന്നെ എല്ലാവരും ധരിച്ചു. കോട്ടയ്ക്കകത്ത് കടന്ന ഉടൻ കാവൽക്കാരായ ജോനകന്മാരുമായി ചങ്ങാത്തം കൂടിയ ചാപ്പൻ തന്ത്രപരമായി അവർക്ക് ചില മധുര പലഹാരങ്ങൾ കൊടുത്ത് അവരെ സ്വാധീനിച്ചു. അവയിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നതായി മണ്ടന്മാരായ കാവൽക്കാർ അറിഞ്ഞില്ല. പലഹാരങ്ങൾ നുണഞ്ഞ് രുചിച്ച് രസിച്ച കാവൽക്കാർ സാവധാനം ബോധരഹിതരായി നിലം പതിച്ചു തുടങ്ങി. കോട്ടയുടെ മുൻഭാഗത്ത് നിന്നിരുന്ന ജോനക പടയാളികളെല്ലാം ബോധം നഷ്ടപ്പെട്ട് കിടപ്പായി എന്നുറപ്പായപ്പോൾ ചാപ്പൻ പ്രവേശന കവാടം അടച്ചുപൂട്ടി ചടങ്ങ് നടക്കുന്ന ഭാഗത്തേക്ക് പോയി. ചാപ്പനെ കണ്ടപാടെ ഒതേനൻ കാര്യം സാധിച്ചോ എന്ന മട്ടിൽ ആംഗ്യമിട്ടു. ഉവ്വ് എന്ന ഭാവത്തിൽ ചാപ്പനും കണ്ണുകാട്ടി. അപ്പോഴേക്കും അഹമ്മദ് അലി പട്ടുവസ്ത്രങ്ങളുടുത്ത് വാസനദ്രവ്യങ്ങൾ പൂശി ചുണ്ടിൽ ശൃംഗാര ചിരിയോടെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന മതപുരോഹിതരുടെ മധ്യത്തിൽ വന്നിരുന്നു. മണവാട്ടി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുവാൻ മൗലവിമാരിൽ ഒരാൾ സ്ത്രീകളോട് പറഞ്ഞു. മണവാട്ടി വരേണ്ടുന്ന നേരമായി കഴിഞ്ഞു. അപ്പോൾ ഓടിക്കിതച്ച് അവിടെ എത്തിച്ചേർന്ന ഒരു ഭടൻ അഹമ്മദ് അലിയുടെ കാതിൽ എന്തോ അടക്കം പറഞ്ഞു. അയാൾ കോപത്തോടെ ചാടി എഴുന്നേറ്റു. അയാളുടെ കണ്ണുകൾ കനൽ കട്ട പോലെ ജ്വലിച്ചു. പുരികങ്ങൾ വളഞ്ഞു. ശത്രുക്കളാരോ കോട്ടയ്ക്കുള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. വേഗം തെരഞ്ഞു പിടിച്ച് കൊന്നുകള അവറ്റകളെ. അയാൾ അലറി. ബഹളമായി. സർവത്ര അന്വേഷണമായി. പരിശോധനകളും ബലപരീക്ഷണങ്ങളും കൊണ്ട് അവിടം അലങ്കോലപ്പെട്ടു. അത്തരത്തിലൊരു സന്ദർഭത്തിനായി കാത്തിരുന്ന തച്ചോളി ഒതേനനും കണ്ടാച്ചേരി ചാപ്പനും രാജഭടന്മാരും ജോനകരുടെ മേൽ ചാടി വീണു. മിന്നലാക്രമണമായിരുന്നതിനാൽ അഹമ്മദ് അലിയുടെ ഭടന്മാർക്ക് കാര്യമായിട്ട് എതിർക്കാൻ സാധിച്ചില്ല. വാളുകളും പരിചകളും തമ്മിൽ ഉരസുന്ന ശബ്ദം കോട്ടയ്ക്കുള്ളിൽ പ്രകമ്പനം കൊണ്ടു. കടാരകളും കുന്തങ്ങളും ചീറിപ്പാഞ്ഞു. വെട്ടേറ്റ് വീഴുന്ന ജോനക പടയാളികളുടെ രോദനം അഹമ്മദ് അലിയുടെ കോപം വർദ്ധിപ്പിച്ചു. ഉറുമി വലിച്ചൂരിയെടുത്ത് കൊടുങ്കാറ്റ് കണക്കെ അയാൾ തലങ്ങും വിലങ്ങും ആഞ്ഞു വീശി. അഹമ്മദ് അലിയുടെ ഉറുമി പ്രയോഗത്തിനെതിരെ തച്ചോളി ഒതേനന്റെ ഉറുമി മിന്നൽ പിണര് പോലെ ചാഞ്ഞും ചെരിഞ്ഞും തെളിഞ്ഞും സഞ്ചരിച്ചു. അഹമ്മദ് അലിയുടെ ഉറുമി ഒതേനന്റെ വെട്ടേറ്റ് ദൂരെ തെറിച്ചു വീണു. ആയുധം നഷ്ടപ്പെട്ടതോടെ ആ ജോനക വീരൻ അല്പനേരം പകച്ചു നിന്നു. പിന്നീട് അയാൾ വാൾ ഊരിപ്പിടിച്ച് ഒതേനന് നേരെ ചാടി വീണു. ഒതേനൻ വീറോടെ അഹമ്മദ് അലിയെ നേരിട്ടു. ജോനകപ്പട നാമാവശേഷമായത് കണ്ടതോടെ അഹമ്മദ് അലിയുടെ മനോവീര്യം നഷ്ടപ്പെട്ടു. അയാളുടെ വാളേന്തിയ കൈ വിറയ്ക്കാൻ തുടങ്ങി. ഒതേനന്റെ വാള് ഉയർന്നു താണു.
മുഷ്കനായ അഹമ്മദ് അലി ശിരസറ്റ് നിലത്ത് വീണു. അങ്ങനെ ചിറക്കൽ തമ്പുരാനു നേരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന ജോനകപ്പട പാടെ നശിച്ചു. ഈ കോട്ട ഇനി വേണ്ട, ഇടിച്ചു നിരത്തുവിൻ, ഒതേനൻ ആക്രോശിച്ചു. വർദ്ധിച്ച വീറോടെ രാജഭടന്മാർ നാടിന് ഭീഷണിയായി നിന്നിരുന്ന ജോനകപ്പടയുടെ കോട്ട ഇടിച്ചു തകർത്തു. ചാപ്പൻ ഒതേനനെ സ്നേഹവായ്പോടെ ആശ്ലേഷിച്ചു. വിജയാഹ്ലാദം മുഴക്കി കോവിലകത്ത് തിരിച്ചെത്തിയ തച്ചോളി ഒതേനനെ ചിറക്കൽ തമ്പുരാൻ ഊഷ്മളമായി സ്വീകരിച്ച് വിലപിടിപ്പുള്ള നിരവധി പാരിതോഷികങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. ആ രാത്രി കോവിലകത്ത് വിശ്രമിച്ച ശേഷം രാവിലെ തച്ചോളി ഒതേനനും കണ്ടാച്ചേരി ചാപ്പനും തമ്പുരാനോട് യാത്ര പറഞ്ഞ് തറവാട്ടിലേക്ക് മടങ്ങി.